ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ വിജയം ആത്മവിശ്വാസമാക്കിക്കൊണ്ട് UDF അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് മലപ്പുറത്ത് വലിയ മുന്നേറ്റം കുറിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. എന്നാൽ നിലമ്പൂർ കൈവിട്ടു പോയെങ്കിലും മറ്റ് 3 സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താനും കൂടുതൽ നേടാനുമായിട്ടാണ് LDFൻ്റെ ശ്രമം. BJP വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ശ്രമവും നടത്തുന്നു. ഈ സാഹചര്യത്തിൽ മലപ്പുറത്തെ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ അവിടെ 16 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് മലപ്പുറം ജില്ലയിൽ. അതിൽ 15 ലീഗിന് സുരക്ഷിതമായിട്ട് നിയമസഭയിൽ എത്തിക്കാമെന്നുള്ള ഒരു ഉറപ്പുണ്ട്. ഈ 16 അത് ഒരു സീറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് പൊന്നാനിയാണ്. ആ പൊന്നാനിയിൽ മാത്രമാണ് 2021 P. നന്ദകുമാർ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം മലപ്പുറത്ത് LDFന് കിട്ടിയത്. അവിടെയാണ് 17,043 വോട്ടാണ് ലഭിച്ചത്. പൊന്നാനി പൊതുവെ ഒരു CPM കോട്ടയാണ്. ഇക്കുറി പൊന്നാനിയിൽ മത്സരിക്കാനായിട്ട് സ്വരാജ് തയ്യാറെടുക്കുന്നുണ്ട്. നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ള പരാജയവും ഒക്കെ കഴിഞ്ഞ് ഇനി പൊന്നാനിയിൽ കൂടി പരാജയം ഏറ്റുവാങ്ങാൻ തയ്യാറെടുത്താണ് ആ മഹാൻ അങ്ങോട്ടേക്ക് നീങ്ങുന്നത്. എന്തായാലും അവിടെ പ്രവർത്തനം തുടങ്ങി എന്നാണ് അറിയുന്നത്. 2021 അവിടെ 17,043. അതുപോലെ തന്നെ നിലമ്പൂരിൽ അന്ന് 2021 തെരഞ്ഞെടുപ്പിൽ PV അൻവറാണ് 2ാം വട്ടം മത്സരിച്ച് വിജയിക്കുന്നത്. 2,700 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിലെ ഒരു LDF തരംഗമുണ്ടായിട്ട് പോലും. പക്ഷെ ഇപ്പോൾ ആ മണ്ഡലം UDFന് അനുകൂലമായി മാറുകയും ചെയ്തു. ഉപതെരഞ്ഞെടുപ്പിലൂടെ ഏതാണ്ട് 12,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ആര്യാടൻ ഷൗക്കത്ത് നേടുകയും ചെയ്തു. പിന്നീട് വരുന്നത് ഇടതുപക്ഷത്തിന് വരുന്നത് താനൂർ മണ്ഡലമാണ്. വെറും 985 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് അന്ന് കിട്ടിയത്. ഇടത് സ്വതന്ത്രനായിട്ടുള്ള മന്ത്രി അബ്ദുറഹിമാൻ മിക്കവാറും ആ മണ്ഡലം മാറും എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നീട് വരുന്നത് KT ജലീലിൻ്റെ മണ്ഡലമാണ്. KT ജലീൽ തവന്നൂരിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചത്. വെറും 2,564 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏതാണ്ട് പരാജയ ഉറപ്പായ ഒരു ഘട്ടമായിരുന്നു 2021 KT ജലീലിന്. പക്ഷെ അങ്ങനെ കഷ്ടിച്ച് കടന്നുകൂടി. അപ്പം നോക്കണം, LDFൻ്റെ സീറ്റുകളൊക്കെ തന്നെ ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് തവന്നൂരിലും അതുപോലെ തന്നെ താനൂരിലും 985 വോട്ട്. പൊന്നാനിയിൽ മാത്രമാണ് മികച്ച ഒരു ലീഡുള്ളത്. അതെന്തായാലും ഒരു CPM കോട്ടയായതുകൊണ്ട് അത് ചിലപ്പോൾ നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സീറ്റുകളൊക്കെ തന്നെ ലീഗിന് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ബാക്കിയുള്ള മണ്ഡലങ്ങൾ എന്ന് പറയുന്ന കൊണ്ടോട്ടി, മലപ്പുറം, വണ്ടൂര്, കോട്ടയ്ക്കൽ, ഏറനാട്, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, തിരൂര്, പെരിന്തൽമണ്ണ, മഞ്ചേരി, മങ്കട, വേങ്ങര കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലമാണ്. ഇതൊക്കെ തന്നെ ലീഗിൻ്റെ ഇടങ്ങളാണ്. അവിടെ നമ്മൾ നോക്കണം, ഇവരുടെയൊക്കെ ഭൂരിപക്ഷം എന്ന് പറയുന്ന കൊണ്ടോട്ടിയിലെ TV ഇബ്രാഹിം 17,666 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. വണ്ടൂരിൽ അനിൽകുമാർ 15,563, കോട്ടയ്ക്കലിലെ ആബിദ് ഹുസൈൻ തങ്ങൾ 16,588 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. വള്ളിക്കുന്നിൽ നിന്ന് അബ്ദുൽ ഹമീദ് 14,416, തിരൂരങ്ങാടിയിൽ നിന്ന് KPA മജീദ് 9,578 വോട്ട് വരുമ്പോൾ തിരൂരിൽ നിന്ന് കുറുക്കോളി മൊയ്തീൻ 7,214 വോട്ടും, പെരിന്തൽമണ്ണയിൽ നിന്ന് നജീബ് കാന്തപുരം വെറും 38 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. അവിടെ മാത്രമാണ് UDF ഒരല്പം പരിങ്ങലിൽ നിൽക്കുന്നത്. പക്ഷേ ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നത് കൊണ്ട് കൂടുതൽ അനുകൂലമാക്കി മാറ്റാം എന്ന് ലീഗ് കരുതുന്നുണ്ട്.
മഞ്ചേരിയിൽ നിന്ന് ലത്തീഫ് 14,573 വോട്ടാണെന്നുണ്ടെങ്കിൽ മഞ്ഞളാംകുഴി അലി മങ്കടയിൽ നിന്ന് 6,246, വേങ്ങരയിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി ഏറ്റവും വലിയ ഭൂരിപക്ഷം മലപ്പുറം ജില്ലയിലെ 30,596. കേരളത്തിലെ MLA-മാരിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നമ്മുടെ KK ശൈലജയ്ക്കാണ്. മട്ടന്നൂരിൽ നിന്നാണ് 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂരിപക്ഷം കുറഞ്ഞു നിൽക്കുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഈ പെരിന്തൽമണ്ണയും അതുപോലെ തന്നെ മറ്റ് KPA മജീദിൻ്റെയും തിരൂരങ്ങാടിയും തിരൂരും മാത്രമാണ്. പക്ഷെ അതൊക്കെ 7,000-ഉം 9,000-ഉമാണ്. അത് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന് ലീഗ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അവര് പലയിടങ്ങളിലും സിറ്റിംഗ് MLA-മാരെ തന്നെ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ UDF-ന് 6 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം തന്നെ കിട്ടിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന്. 122 തദ്ദേശ സ്ഥാപനങ്ങളിൽ 116 വിജയം. ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. 2020 30 തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് 5 എണ്ണത്തിലേക്ക് ഇടതുപക്ഷം ചുരുങ്ങുകയാണ് ചെയ്തത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11 മുസ്ലിം ലീഗാണ്, 1 കോൺഗ്രസ്. പൊന്നാനി, തവന്നൂർ, താനൂര്, നിലമ്പൂർ എന്നിവിടങ്ങളിലാണ് 21 CPM വിജയിച്ചത്. അത് പിന്നീട് അൻവർ രാജിവെച്ചതിനെ തുടർന്നുണ്ടായ ഒഴിവിൽ അത് കോൺഗ്രസിലേക്ക് തന്നെ ആര്യാടൻ ഷൗക്കത്തിലേക്ക് വരികയും ചെയ്തു. മന്ത്രി അബ്ദുറഹിമാൻ താനൂരിൽ തുടർച്ചയായി 2 തവണ LDF-നാണ് വിജയം. താനൂർ പിടിച്ചെടുക്കുകയാണ് ലീഗിൻ്റെ ലക്ഷ്യം. KT ജലീൽ ഇനി മത്സരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അവിടെ തവന്നൂരിലെ KT ജലീൽ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ എതിർക്കാനായിട്ട് PV അൻവറിനെ നിർത്താനായിട്ടുള്ള ഒരു ആലോചനയുണ്ട്. പക്ഷേ PV അൻവർ ബേപ്പൂരിലേക്ക് പോകും എന്നാണ് അറിയുന്നത്. ബേപ്പൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് അൻവർ പ്രവർത്തനങ്ങളും ആരംഭിച്ചു എന്നുള്ളതാണ്. കാരണം റിയാസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് അൻവർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ എന്തായാലും പൊന്നാനി മാത്രമാണ് ഇവരുടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉറച്ച കോട്ട എന്ന് പറയുന്നത്. പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയറിൽ 2 മുന്നണികളും പൊന്നാനിയിൽ ഒപ്പത്തിനൊപ്പമാണ്. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എങ്ങോട്ടേക്ക് മാറും എന്നുള്ളതാണ് അറിയേണ്ടതായ കാര്യം. കാരണം പൊന്നാനി CPM-ന് കൈവിട്ടാൽ അത് അവർക്കുണ്ടാകാൻ പോകുന്ന വലിയ ഒരു തിരിച്ചടി തന്നെ ആയിരിക്കും. എന്തായാലും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിലൊക്കെ കോൺഗ്രസും പ്രാഥമിക ചർച്ചകളിലേക്ക് കോൺഗ്രസും ലീഗും ഒക്കെ കടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യൂത്ത് ലീഗിന് 3 സീറ്റ് വരെ നൽകിയേക്കും. അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ, മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ ഇറക്കിക്കൊണ്ട് ഈ 16 നേടുക എന്നാണ് ലീഗ് ഉന്നം വയ്ക്കുന്നത്. മലപ്പുറത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും എന്ന് പറയുന്നത് ലീഗാണ്, അവരുടെ കോട്ടയാണ്. 16 കിട്ടിയില്ലെങ്കിൽ 15 നേടിയെടുക്കും എന്നാണ് ലീഗിൻ്റെയും അല്ലെങ്കിൽ UDF-ൻ്റെയും കണക്കുകൂട്ടൽ. എന്തായാലും മലപ്പുറത്ത് കാര്യങ്ങൾ മറിയുമെന്നുള്ളത് ഉറപ്പാണ്. CPM-ന് തിരിച്ചടിയും അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.